കൂർലോസ് മെത്രാച്ചൻ വീണ്ടും വിവാദക്കുരുക്കിലോ? 2025 മാരാമൺ കൺവെൻഷനിൽ വിശ്വാസികളുടെ പ്രതിഷേധം തരിമ്പും വകവയ്ക്കാതെ എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റൂ എന്ന മട്ടിൽ ആരോ എഴുതി പ്രിൻ്റ് ചെയ്തു കൊടുത്ത വരികൾ മുഖം പോലും ഉയർത്താതെ നോക്കി വായിക്കാൻ തെല്ലും ഉളിപ്പില്ലാതിരുന്ന യോവാക്കീം മാർ കൂർലോസ് മെത്രാച്ചനെതിരെ പത്തനംതിട്ട കോടതിയിൽ നിലനിൽക്കുന്ന കേസ് വീണ്ടും കളം നിറയാൻ പോകുന്നു എന്ന് ചില വിശ്വസ്ത കേന്ദ്രങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. മാർത്തോമാ സഭാ ഭരണഘടനയെ മനഃപൂർവ്വമായി ലംഘിച്ച് വെള്ളിയാഴ്ച കല്യാണം നടത്തിയതു സംബന്ധിച്ച കേസും ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയുടെ പരിഗണനയിലാണ്. ഇതൊക്കെ ഒത്തുതീർക്കുവാൻ വെള്ളിയാഴ്ച കല്യാണത്തിലൂടെ ലഭിച്ച ലക്ഷ്യങ്ങൾ മതിയാകില്ല എന്നും അണിയറയിൽ സംസാരം ശക്തമാകുന്നു എന്നാണ് വിശ്വാസികൾ പറയുന്നത്. തനിക്ക് ഇഷ്ടമില്ലാത്ത പട്ടക്കാർക്കെതിരെ വ്യാജ പരാതികൾ എഴുതി വാങ്ങി അവരെ ദ്രോഹിക്കുന്ന ദ്രോഹപ്രവൃത്തി ചെയ്യുമ്പോൾ തിരിച്ചടി കിട്ടും എന്ന് ഓർക്കണമെന്നാണ് വിശ്വാസികൾ പറയുന്നത്. 2025 മാരാമൺ കൺവെൻഷനിൽ മുഖമുയർത്താതെ നോക്കി വായന നടത്തിയപ്പോൾ പ്രസംഗം നിർത്തി ആ പേപ്പർ ഇങ്ങ് തരൂ, ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വായിക്കാമെന്ന് ഏതെങ്കിലും ഒരാൾ പറഞ്ഞിരുന്നുവെങ്കിൽ സ്ഥിതി എന്താകുമായിരുന്നു എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത്. ഗൗരവകരമായ സംഗതി ഇതൊന്നുമല്ല. കൂർലോസ് മെത്രാച്ചൻ്റെ ഈ നോക്കി വായന കലാപരിപാടി ഇപ്പോൾ മിക്ക വികാരി അച്ഛന്മാരും മാതൃകയാക്കിയിരിക്കുന്നു എന്നതാണ്. വിശുദ്ധ കുർബാന മധ്യേയുള്ള പ്രസംഗം നോക്കി വായനയാക്കി മാറ്റിയ പട്ടക്കാർ അനവധി എന്ന സംഗതി വളരെ ഗൗരവമായി കാണേണ്ട ഒന്നു തന്നെയാണ് എന്നാണ് വിശ്വാസികൾ പറയുന്നത്. ഈ കൂർലോസ് മെത്രാച്ചൻ്റെ ഈ രീതി വികാരിമാരും പ്രാവർത്തികമാക്കിയാൽ ഇപ്പോൾ പള്ളിയിൽ വന്നുകൊണ്ടിരിക്കുന്നവരും വരാതാകും എന്നതാണ് യാഥാർത്ഥ്യം. അഭിവന്യ മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി ഇക്കാര്യത്തിൽ ഉചിതമായ നിർദ്ദേശം നൽകണമെന്നാണ് വിശ്വാസികൾ ആഗ്രഹിക്കുന്നത്. സ്വന്തമായി കാര്യങ്ങൾ പറയാൻ അറിയില്ല എങ്കിൽ അതിൻ്റെ തയ്യാറെടുപ്പിനായി സമയം മാറ്റിവെക്കുവാനില്ല എങ്കിൽ പ്രസംഗം എന്ന നോക്കി വായനാ കലാപരിപാടി നടത്താതിരിക്കാനെങ്കിലും ശ്രമിക്കണം. പക്ഷേ അതിന് അഭിമാനബോധം വേണം. അതില്ലാത്തവർ ഇതല്ല ഇതിലപ്പുറവും ചെയ്യും. കുലുക്കൽ പ്രക്രിയയല്ല കൺവെൻഷൻ പ്രസംഗം എന്ന് ഇനി എന്നാണ് കൂർലോസ് മെത്രാച്ചൻ തിരിച്ചറിയുക എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത്. നിർത്തുക നോക്കി വായന എന്ന് കൂടിയ വിശ്വാസികളിൽ ഒരാളെങ്കിലും ഒന്ന് ഉറക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ഇനി ഈ നോക്കി വായന കലാപരിപാടി തുടരുവാൻ ശ്രമിച്ചാൽ ജനം വിളിച്ചു പറയും, നിർത്തുക വാർത്ത വായന എന്ന്. ഓർത്താൽ നാണക്കേട് ഒഴിവാക്കാം. അല്ല, നാണമുണ്ടെങ്കിലല്ലേ നാണക്കേട് തോന്നൂ, വിശ്വാസികൾ പറയുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും തിരുവചനം വായിച്ച് അതിലടങ്ങിയിരിക്കുന്ന ആന്തരിക സത്യങ്ങൾ സ്വന്തം ഭാഷയിൽ മുന്നിലിരിക്കുന്ന വിശ്വാസജനത്തിന് പറഞ്ഞു കൊടുക്കുവാൻ കഴിവില്ല എങ്കിൽ അല്ലയോ മെത്രാച്ച, ധ്യാനത്യാഗം ചെയ്ത് വിശ്രമത്തിനോ മറ്റേതെങ്കിലും പരിപാടിക്കോ പൊയ്ക്കൂടെ എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത്. കാശുമേടിച്ച് കത്തുകൾ അയച്ചു വാങ്ങിച്ചിട്ട് ആ കത്തുകൾ ഉപയോഗിച്ച് ഇഷ്ടമില്ലാത്ത പട്ടക്കാരെ കൊല്ലാക്കൊല ചെയ്യുവാനൊക്കെ സമയവും കുനിഷ്ടും തന്ത്രവുമൊക്കെ ഉണ്ട്. പക്ഷേ തിരുവചന ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും സമയമില്ല. തികച്ചും ലജ്ജാകരം. മാരാമൺ പോലുള്ള മഹായോഗങ്ങളിൽ നോക്കി വായനാ പ്രസംഗം നടത്തി മാർത്തോമാ സഭയുടെ അഭിമാനം തന്നെ വീണ്ടും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലയോ മെത്രാച്ച, മതിയാക്കണമിത് എന്നാണ് വിശ്വാസികൾക്ക് പറയുവാനുള്ളത്. മറ്റു സഭകളിൽ നിന്ന് മാരാമൺ കൺവെൻഷനിൽ പ്രസംഗത്തിനു വന്ന മെത്രാച്ചന്മാരെ പ്രസംഗത്തിൻ്റെ കാര്യത്തിലെങ്കിലും മാതൃകയാക്കാൻ എന്തുകൊണ്ട് മെത്രാച്ചന് കഴിയുന്നില്ല എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത്. നോക്കി വായനയില്ലാതെ, കയ്യിലൊരു പേപ്പർ തുണ്ട് പോലുമില്ലാതെ വിശുദ്ധ വചനമുദ്ധരിച്ച് പ്രസംഗിച്ച അഭിവന്യ തട്ടേൽ ബിഷപ്പ് തന്നെ ഏറ്റവും മികച്ച ഉദാഹരണം. ഇതൊന്നും കാണുവാൻ കൂർലോസ് മെത്രാച്ചനോ
നോക്കി വായന മതിയെന്ന് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്ന മറ്റു മെത്രാച്ചന്മാർക്കോ കണ്ണില്ല. തികച്ചും പരിതാപകരം. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ ഭരണഘടന അറിയാതെ, ഭരണഘടന വ്യക്തമായി വ്യാഖ്യാനിക്കുവാൻ കഴിയാതെ, അതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കാതെ വിടുവായുത്തരങ്ങൾ പറയുകയും ഇഷ്ടമില്ലാത്തവരെ ദ്രോഹിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനൊക്കെ സമയം കണ്ടെത്തുന്നു. എന്ത് ലജ്ജാകരമായ പരിപാടികൾ! വീണ്ടും വീണ്ടും കുരുക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന സൂചനകളാണ് നാനാഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമൻ അവസാനക്കാരനായി മാറുമോ? കാത്തിരുന്നു കാണാം. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. അടയ്ക്കയാണെങ്കിൽ മടിയിൽ വയ്ക്കാം, അടയ്ക്കാമരമാണെങ്കിലോ